ലോൺ ആപ്പിൽ നിന്ന് നിതിൻ രാജിന്റെ കോൺടാക്ട് ലിസ്റ്റിൽ ഉള്ളവർക്ക് സന്ദേശങ്ങൾ വന്നിരുന്നുവെന്ന് സഹോദരിയുടെ ഭർത്താവ് അശോകൻ പറഞ്ഞു. നിതിന്റെ അമ്മയുടെയും സഹോദരിയുടെയും ഫോണിലും മെസ്സേജ് വന്നിരുന്നു. റിനു, ഇത്തരത്തിൽ വീട്ടിലേക്ക് മെസ്സേജ് വന്നിരുന്നു, അതുപോലെ അധ്യാപികയുടെ ഫോണിലേക്ക് മെസ്സേജ് വന്നിരുന്നു. അത് നിതിനെ ദുഃഖിതനാക്കിയിരുന്നു. പക്ഷേ ഇതൊന്നും കൊണ്ട് നിതിൻ ആത്മഹത്യ ചെയ്യും എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം നമ്മൾ നിതിൻ്റെ ശബ്ദ സന്ദേശമൊക്കെ കേട്ടതാണ്. അതിൽ ഒരിക്കലും ഒരു വല്ലാതെ പരാജിതനായി പോയ അല്ലെങ്കിൽ ആ രീതിയിൽ നിരാശനായ ഒരാളുടെ ശബ്ദമായോ വാക്കുകളായോ ഒന്നും നമുക്ക് തോന്നിയിരുന്നില്ല. ഇത്തരത്തിൽ ഈ പ്രിൻസിപ്പളിൻ്റെ റൂമിലേക്ക് വിളിപ്പിച്ചു എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് നടന്നത് എന്നറിയേണ്ടിയിരിക്കുന്നു. അതുമാത്രമല്ല, ജാതി അധിക്ഷേപം നേരിട്ടിരുന്നു എന്നുള്ള കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പുറത്തുവിടുന്ന ഒരു സാഹചര്യം കൂടിയാണല്ലോ. തീർച്ചയായും സ്മിത, അതായത് ഈ പ്രിൻസിപ്പളിന്റെ റൂമിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ് അന്വേഷണത്തിൽ പുറത്തു വരേണ്ടത്. കാരണം ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ നിതിനാണ് ആത്മഹത്യയിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ കുടുംബക്കാർ പറയുന്നത് അവിടെ എന്താണ് സംഭവിച്ചത്, ഈ റാം അടക്കമുള്ള അധ്യാപകർ ആ പ്രിൻസിപ്പളിന്റെ റൂമിൽ ഉണ്ടായിരുന്നു, ഹരാസ്മെന്റ് തുടർന്നിരുന്നു എന്നുള്ളതാണ്. നേരത്തെ തന്നെ റാം എന്ന് പറയുന്ന അധ്യാപകനെതിരായിട്ടുള്ള ആരോപണം ഇന്നലെ സഹപാഠികളടക്കം പറഞ്ഞതാണ്. അത് സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നിതിന്റെ ഫോൺ സംഭാഷണത്തിൽ നിന്നും വ്യക്തമാണ്. എന്തായാലും ഈ ലോൺ ആപ്പ് എന്ന് പറയുന്ന ഒരു വിവാദം കൂടി ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ അതിൽ കുടുംബം പറയുന്നത് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ടീച്ചറിന്റെ നമ്പർ അടക്കം നിതിൻ കൊടുത്തിരുന്നെങ്കിൽ ആദ്യം അറിയിക്കേണ്ടത് രക്ഷിതാക്കളെ അല്ലേ, കുടുംബത്തെ അല്ലേ എന്നുള്ളതാണ്. അതോ അവനെ വിളിച്ചു വരുത്തി അപമാനിച്ചു വിടുകയാണോ ചെയ്യേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ അതിനുശേഷമെങ്കിലും കുടുംബത്തെ വിളിച്ച് ഇത്തരം ഒരു സംഭവം ഉണ്ട് എന്ന് അറിയിക്കാമായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും നിതിന്റെ മരണത്തിന് ശേഷം ഈ ഫോണുകളൊക്കെ തന്നെ പരിശോധിക്കുമ്പോഴാണ് നിതിന്റെ അമ്മയുടെയും അതുപോലെ തന്നെ സഹോദരിയുടെയും ഫോണിലും ഈ ലോൺ ആപ്പിൽ നിന്ന് മെസ്സേജ് വന്നിരുന്നു. അത് ഭീഷണി സന്ദേശങ്ങളൊന്നുമല്ല, ഇങ്ങനെ പണം അടയ്ക്കാനുണ്ട്, റഫറൻസ് ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ട്, അത് ഇത്രയും പെട്ടെന്ന് തുക അടച്ച റഫറൻസ് ലിസ്റ്റിൽ നിന്ന് ആ പേര് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മെസ്സേജ് ആയിരിക്കും. ഇത്തരത്തിലൊരു മെസ്സേജ് ആയിരിക്കാം ടീച്ചറുടെ ഫോണിലും എത്തിയത്. ടീച്ചർ ഉടനെ നിയമ നടപടികളിലേക്ക് പോകുന്നു. അത് സ്വാഭാവികമായും നിതിനെ വിഷമത്തിലാക്കി. കാരണം എന്നും ഈ വീട്ടിലെത്തിയാൽ അമ്മയോടും ബന്ധുക്കളോടും പറഞ്ഞിരുന്നത് ഈ ലത എന്ന് പറയുന്ന അധ്യാപികയെ കുറിച്ചാണ്. ആ അധ്യാപികയാണ് നിതിന് നോട്ട്സ് ഉൾപ്പെടെ അയച്ചു കൊടുക്കുന്നത്, നിതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. മറ്റ് അധ്യാപകരിൽ നിന്ന് ഇത്തരത്തിലുള്ള അപമാനം ഏൽക്കുമ്പോൾ പോലും ഈ ലത എന്ന് പറയുന്ന ടീച്ചർ ഒപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു ഒരു ആത്മവിശ്വാസത്തിലേക്ക് നിതിനെ കൊണ്ടുപോയത്. പക്ഷേ അവിടെ നിന്നും ഒരു പരാതി പോകുന്ന ഒരു സാഹചര്യത്തിൽ ഇതിനെ വല്ലാണ്ട് സങ്കടപ്പെടുത്തിയിരിക്കാം. അതാണോ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് അടക്കമുള്ളതാണ്. എന്തായാലും പോലീസ് നിലവിൽ അന്വേഷിക്കുന്നുണ്ട്. അന്വേഷണത്തിൽ തൃപ്തരാണ് കുടുംബം എന്നുള്ളതാണ്. നിലവിൽ മുഖ്യമന്ത്രി അടക്കം ചികിത്സ കഴിഞ്ഞ് തിരികെ എത്തിക്കഴിഞ്ഞാൽ നേരിട്ട് കാണാൻ വേണ്ടി ഇരിക്കുകയാണ് കുടുംബം. എന്തായാലും DGPക്ക് കഴിഞ്ഞ ദിവസം പരാതി നൽകിയിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കുടുംബം പങ്കുവയ്ക്കുന്നത്. സ്മിത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.